ചരക്ക് കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറുകൾ കണ്ടെത്താൻ ഇന്ന് സോണാർ സർവേ ആരംഭിക്കും. 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 100-ലധികം കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. ഇതിൽ 54 കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കും. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഇത് എപ്പോഴാണ് ഈ പരിശോധന, സോണാർ പരിശോധനകൾ തുടങ്ങുക? അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എത്രയും പെട്ടെന്ന് കപ്പൽ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാന ലക്ഷ്യം. റീജിയത്തിൽ നിന്ന് പുലർച്ചെ മുതൽ തന്നെ സോണാർ സർവേ ആരംഭിക്കും. കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എങ്കിലും സോണാർ സർവേ അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 643 കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കപ്പലിൽ ഉണ്ടായിരുന്നതിൽ 100-ലധികം കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണത് എന്നുള്ളതാണ് വിവരം. അതിൽ 54 കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില കണ്ടെയ്നറുകൾ, ഭാരം കൂടിയ ചില കണ്ടെയ്നറുകൾ അത് കടലിലെ അടിയിലേക്ക് തന്നെ താഴ്ന്നു പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അതിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബാക്കി ഇപ്പോഴും എവിടെയെങ്കിലും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഇനി സംസ്ഥാന സർക്കാരിന്റെ മുൻപിലും വിവിധ കടമ്പകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നഷ്ടപരിഹാര ക്ലെയിമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ കടലിൽ വീണ കണ്ടെയ്നറുകൾ ആരുടേത്, എന്തിൻ്റേത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് അതിനുശേഷം അതിലെ നഷ്ടപരിഹാര ക്ലെയിം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ റവന്യൂ മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും 2 വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും ചേർന്നൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായ ഒരു നിർദ്ദേശം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലുള്ള ഈ കടലിൽ തീരത്ത് പല സ്ഥലങ്ങളിലായി അടിഞ്ഞിരിക്കുന്ന എണ്ണപ്പാട ഉൾപ്പെടെയുള്ളവ കണ്ടാൽ അതിൽ ഏതെങ്കിലും നിലയിൽ അധികൃതരെ വിവരമറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. മത്സ്യത്തൊഴിലാളികൾ അതല്ലാതെ എടുത്തുചാട്ടം നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കടലിൽ ഒഴുകി നടക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അതും സ്വന്തം നിലയിൽ എടുക്കുകയോ കപ്പലിലേക്ക് ബോട്ടിലേക്കോ വലിച്ച് കയറ്റുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അധികൃതരെ വിവരമറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം കൈക്കൊള്ളേണ്ട നടപടികൾ അവർ തന്നെ കൈക്കൊള്ളുകയും ചെയ്യും. 20 നോട്ടിക്കൽ മൈൽ, കടലിലെ 20 നോട്ടിക്കൽ മൈലിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു ഉത്തരവ് കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റിടങ്ങളിൽ മത്സ്യബന്ധനമാവാം. നിലവിൽ മത്സ്യം കഴിക്കുന്നതിനുൾപ്പെടെയുള്ള ആശങ്ക സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമില്ല എന്നുള്ളത് കൂടി നിലവിലുണ്ട്. അതുമാത്രമല്ല, എണ്ണ പ്രതിരോധ വിദഗ്ധരുമായുള്ള ചർച്ചകളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള, ലോകത്ത് തന്നെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അത്തരത്തിലുള്ള പ്രതിരോധ വിദഗ്ധരെ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നുണ്ട്. ഇതിലെ ആശങ്കകൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ സവിശേഷ ദുരന്തമായി ഈ വിഷയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികളൊക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ആശങ്കയെ പരിഹരിക്കാനുള്ള വളരെ വേഗത്തിലുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. സ്മിത. ശരി, സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.